ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ഉള്ളിവടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 3 സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില പൊടിപൊടിയായി അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് വേണ്ടുന്ന മാവെന്ന് പറയുന്നത് കടലമാവ്, അതുപോലെ അരിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കാശ്മീരി മുളക് പൊടി, ഇത്രയാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. നന്നായി കുഴച്ചെടുക്കുക. ഇതിനകത്ത് ചിലർ അതേപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് പെരിഞ്ജീരകപ്പൊടി ചേർക്കാറുണ്ട്. എനിക്ക് ഉള്ളിവടയ്ക്ക് പെരിഞ്ജീരകപ്പൊടി ഇഷ്ടമല്ല. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം നിന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിനുശേഷം നല്ല ഓയിൽ തിളച്ച് വന്ന് അതിലേക്ക് ഇത് ചെറിയ ചെറിയ പീസുകളാക്കി ഇതായി ഒരു വലിയ ഷേപ്പൊന്നും ആവശ്യമില്ല. ഒരു പക്കോട സ്റ്റൈലിൽ ഈ ഉള്ളിവട തയ്യാറാക്കാം. നന്നായി മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് 2 സൈഡിലും ഇട്ട് തിരിച്ചും പിരിച്ചും ഇട്ടാക്കണം. ഉള്ളി ആയതുകൊണ്ട് സ്ലൈസായിട്ട് അരിയുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 സൈഡും മാറി മാറി ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് ഒരു ഒനിയൻ പക്കോട സ്റ്റൈലാണ്. അപ്പോൾ ഇതിന് ഉള്ളിവട എന്നോ ഒനിയൻ പക്കോട എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പേരിട്ട് വിളിക്കാം. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ബൈ ബൈ.